രാവിലെ തന്നെ ഒരു കുപ്പി അച്ചാറും വാങ്ങി വരാനുള്ള സൂരജിന്റെ കോളും കേട്ടിട്ടാണ് ഞാൻ ഇന്ന് എണീക്കുന്നത്. എന്താണ് പരിപാടി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഒരു കുപ്പി അച്ചാറായിട്ട് ഞാൻ ഓന്റെ വീട്ടിലെത്തി. സംഭവം വേറെ ഒന്നല്ല, ഓന്റെ വീട്ടിൽ നല്ല ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ കഴിക്കാൻ വേണ്ടി വിളിച്ചാണ്. ഞാൻ മാത്രല്ല, ദേ അമിത്തും ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ. രാവിലെ ഞാൻ അച്ചാറും കൊണ്ട് ഓടിയപ്പോ നിങ്ങൾ എല്ലാരും എന്നെ തെറ്റിദ്ധരിച്ചില്ലേ ഗൈസ്? ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്, കൊള്ളാമോ? നാണം കെട്ടവനെ, എഴുന്നേക്കടാ സൂര്യനാരായണ, എഴുന്നേക്കടാ പട്ടി. ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അമിത്തിന്റെ ക്രിക്കറ്റ് മാച്ച് കാണാൻ പോയി. ആശ നല്ലൊരു പ്ലെയർ ആണ് കേട്ടോ. ചെക്കന്റെ തകർപ്പൻ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് കുറെ നേരം ഞങ്ങൾ അങ്ങനെ ഇരുന്നു. നമ്മളെ നാട്ടിലുള്ള അമ്പലത്തിൽ ഇന്ന് ഉത്സവം തുടങ്ങണം. അപ്പം പിന്നെ വൈകുന്നേരം എല്ലാരും കൂടിയിട്ട് അങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങാന്ന് വെച്ച്. ഉത്സവം ഇന്ന് തുടങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. ഉത്സവപ്പറമ്പിലെ എല്ലാ മുക്കുമൂലയും നടന്ന് കവർ ചെയ്തതിനു ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. എന്തൊക്കെ പരിപാടികൾ ഉണ്ടെങ്കിലും അവസാനം ഞങ്ങൾ ചെന്നെത്തുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫുഡ് സ്പോട്ടിലായിരിക്കും. നല്ല ചൂട് പൊറോട്ടയും പൊരിച്ച കോഴിയും ഓരോ ഗ്ലാസ് കട്ടൻ ചായം കുടിച്ചിട്ട് ഞങ്ങൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് പിരിയാന്ന് വെച്ച്. നമ്മളെ ലൈഫിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒരു ചെറിയ വ്ലോഗായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും അത് കാണുന്ന സമയത്ത് നമുക്ക് നല്ലൊരു മെമ്മറീസ് ആയിരിക്കും. അപ്പൊ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റാ.